Hello everyone, welcome back to our channel. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ട്രെൻഡിങ് പിഗ്ഗി മണി ബാങ്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യലെന്ന് കാണിച്ചു തരാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതിന് വലിയ പൈസ മുടക്കൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് സ്വീറ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഞാനിത് ഓൾമോസ്റ്റ് മീഷോയിലും ഇൻസ്റ്റയിലൊക്കെ തപ്പി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചു നമ്മൾ മണി സേവ് ചെയ്യാൻ ആദ്യം തന്നെ നമ്മളൊരു ഇൻവെസ്റ്റ് എന്തിനാണ് വെറുതെ കൊടുക്കുന്നത്, നമ്മൾ സേവ് ചെയ്യാനാണ് നോക്കുന്നത്, അല്ലാണ്ട് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളത് ചിലവാക്കാനല്ലല്ലോ നോക്കുന്നത്. ആദ്യം തന്നെ ചിലവിലോട്ട് തുടങ്ങേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഒരു മണി ബാങ്ക് ഞാൻ വീട്ടിൽ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തു കേട്ടോ. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടാർഗറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് മണി അതിൽ നമ്മൾ സേവ് ചെയ്യാൻ തുടങ്ങും, നമ്മൾ ക്യാഷ് അതിൽ സേവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ക്യാഷ് എത്രയും പെട്ടെന്ന് അത് പ്രിപ്പയർ ആവും കേട്ടോ. പിന്നെ ഞാനിത് ആദ്യം ഒരു മണി പിഗ്ഗി ഉണ്ടാക്കി, അന്നേരം ഞാൻ വിചാരിച്ചു യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വെറൈറ്റിക്ക്, എല്ലാവരും ബോക്സാണ് കാണുന്നത്, ഞാൻ ഒരു വെറൈറ്റിക്ക് ഒരു റൗണ്ട് ഷേപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ആ റൗണ്ട് ഷേപ്പ്, ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ പേപ്പറിലൊന്ന് മാർക്ക് ചെയ്യുക. ബ്ലാങ്ക് ഷീറ്റായിരിക്കണം, അതിൽ വിഡ്ത്തും ലെങ്ത്തൊന്ന് മാർക്ക് ചെയ്യുക. എൻ്റെ ഇതിപ്പോൾ വന്നിട്ടുള്ളത് 4 ഇഞ്ച് ലെങ്ത്തും 13.5 ഇഞ്ച് വിഡ്ത്താട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ അടുത്തത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ എത്ര മണി സേവ് ചെയ്താലും നമുക്ക് കാണാനുണ്ടാവില്ല. ചിലപ്പം ഫസ്റ്റ് ഡേ ഇടും, പിന്നെ നമ്മൾ ഇടില്ല. പക്ഷേ ഇതങ്ങനെ കേട്ടോ, നല്ല രസമാണ്. നമുക്കിങ്ങനെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചറിയാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ മണി എത്രയായി അതൊക്കെ നമുക്ക് പുറത്തിങ്ങനെ ഡിസ്പ്ലേ ഒന്ന് കാണും. അപ്പോൾ ഞാനിതൊന്ന് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ മെയിൻ കാര്യം വിട്ടുപോയി. എനിവേ, പിന്നീട് നമ്മൾ നീളത്തിൽ 16 ലൈന് വരയ്ക്കുക, വീതിക്ക് 15 ലൈനും അങ്ങനെ വരച്ചിടുക. ഓക്കെ, പിന്നീട് നമ്മൾ ഫസ്റ്റ് കോളംസിൽ നമ്മൾ ഫില്ല് ചെയ്യാനുള്ള എമൗണ്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ 200 നമ്മൾ ഫസ്റ്റത്തെ ബോക്സിൽ എഴുതി കൊടുക്കുക. പിന്നീട് അതിൻ്റെ താഴേക്ക് 50 റുപ്പീസ് ഒരു 6 ടൈംസ് എഴുതി കൊടുക്കുക. അതായത് ഫസ്റ്റ് 200 രൂപ എഴുതി കൊടുക്കുക, പിന്നെ 6 തവണ 6 ബോക്സിലായിട്ട് 50 രൂപ എഴുതി കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 100 റുപ്പീസ് എഴുതി കൊടുക്കുക, 100 രൂപ എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും 6 ബോക്സിലായിട്ട് 50 രൂപ ഫില്ല് ചെയ്ത് പിന്നെ 200 ആക്കുക. പിന്നീട് അടുത്ത കോളംസിൽ വരുന്നത് 200, 500, 200, 500 അങ്ങനെ നമ്മൾ 200, 500 അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പോവുക. 200, 500, 200, 500 അങ്ങനെ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത കോളമിൽ വരുമ്പോൾ 500, 200 വന്നിട്ട് നമ്മൾ എഴുതി കൊടുക്കുക. 500, 200, 500, 200, 500, 200 അങ്ങനെ എഴുതിക്കൊണ്ട് പോവാം. നമ്മൾ ഫസ്റ്റ് കോളമിൽ 200, 500 ആണെങ്കിൽ അതിന് അടുത്ത കോളം എഴുതുമ്പോൾ 500, 200 അങ്ങനെ. അതേപോലെ നമ്മൾ 7 ബോക്സിലായിട്ട് 7 കോളംസിലായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ എഴുതി കൊടുക്കുക. 500, 200, 200, 500 അതേപോലെ. ഇപ്പോൾ 500 ആണല്ലോ ഫസ്റ്റ് വന്നത്. ഇനി അടുത്തതിൽ വരുമ്പോൾ 200, 500. ഓക്കെ, ഇപ്പം ഞാൻ എഴുതി കൊടുക്കുന്നത് 200, 500, 200, 500 ആ ഒരു ലെവലിലാണ് എഴുതി കൊടുക്കുന്നത്. അതായത് ഈ ഫസ്റ്റ് കോളമും ഈ ഇപ്പോൾ എഴുതിയ കോളമും സെയിം ആയിരിക്കും. പിന്നെ ഇനി അടുത്ത എഴുതി കൊടുക്കുന്നത് 500, 200, 500, 200 അതന്നെ നമ്മൾ റിപ്പീറ്റായിട്ട് തന്നെ എഴുതി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു മൂന്നാമത്തെ കോളംസിൽ എഴുതിയ അതേ എമൗണ്ടാണ് നമ്മൾ 5ാമത്തെ കോളംസിൽ എഴുതി കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നേരെ ഉൾട്ട് ചെയ്താൽ 200, 500, 200, 500 ഇതുപോലെ നമ്മൾ 7 കോളംസ് ഫില്ല് ചെയ്യണം. മനസ്സിലായില്ലേ? 200, 500, 200, 500 അതേപോലെ എഴുതി കൊടുക്കുക. ഇപ്പോൾ ഞാൻ എഴുതി കൊടുക്കുന്നത് 200, 500 ആ ഒരു ഇതിലാണ്. ഇനി അടുത്തത് എഴുതി കൊടുക്കേണ്ടത് 500, 200 ആ ഒരു ഇതിൽ. അങ്ങനെ നമ്മൾ 7 കോളംസ് ഫില്ല് ചെയ്യണം. ഞാൻ നിങ്ങളോട് പറഞ്ഞത് 7 കോളംസ് ഫില്ല് ചെയ്യണം. അത് ഫില്ല് ചെയ്തിട്ടൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, പിന്നെ ഞാനിവിടെ 7 കോളംസ് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ 200, 500 അത് കഴിഞ്ഞിട്ട് അടുത്ത കോളമിൽ 500, 200 അങ്ങനെ തന്നെ നമ്മൾ ഫുള്ള് ആ ഒരു കോളംസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നീട് ബാക്കി വന്നിട്ടുള്ള എല്ലാ കോളംസിനും നമ്മൾ 500 ഫില്ല് ചെയ്ത് കൊടുക്കുക. മനസ്സിലായി? ഫുൾ കോളംസ് 500 ഫില്ല് ചെയ്തത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം 200 എഴുതുക, അത് കഴിഞ്ഞിട്ട് ഒരു 6 ബോക്സിൽ നമ്മൾ 50 റുപ്പീസ് എഴുതുക, അത് കഴിഞ്ഞിട്ട് 100 റുപ്പീസ് അങ്ങനെ എഴുതുക. പിന്നെ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞല്ലോ. പിന്നെ 7 കോളംസിൽ ആദ്യം 200, 500, 200, 500 ആ ഒരു ലെവലിൽ എഴുതുക. അത് കഴിഞ്ഞിട്ട്
ബാക്കി വരുന്ന ആ ഒരു കോളംസ് ഫുൾ 500 ആയിട്ട് നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് 1 lakhൻ്റെ ഒരു പിഗ്ഗി മണി ബാങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആവണം, ഒരു 3 monthൻ്റെ ഉള്ളിലേക്ക് 1 lakh ആവണം എന്നുള്ളവർക്കാണ് ഈ ഒരു എമൗണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം ചെറിയൊരു എമൗണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അത് ഞാൻ 1 lakhൻ്റെ 10,000 എത്രയാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ ആ ഒരു എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് എനിക്ക് പെട്ടെന്ന് വേണമായിരുന്നു 1 lakh ഒരു 3 monthൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹ്യൂജ് എമൗണ്ട് അത്യാവശ്യം വലിയൊരു എമൗണ്ട് തന്നെ ഞാൻ അതിൽ എഴുതി കൊടുത്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് 1 lakh ആവും കേട്ടോ. എനിവേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ എങ്ങനെ എഴുതി കൊടുത്താൽ. ഞാൻ ഒന്നും കൂടി പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇതിലിപ്പോൾ ഞാൻ കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ലാസ്റ്റ് 9 കോളംസാണ് നമുക്ക് ബാക്കിയുണ്ടാവും. ആ 9 കോളംസ് ഫുൾ നമ്മൾ 500 വെച്ച് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇനി ക്യാഷൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇതിൽ വെട്ടിക്കൊടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു എമൗണ്ട് ഇപ്പോൾ നമ്മൾ 500 ആണ് ഇടുന്നത്, 500ൻ്റെ കോളമിൽ വെട്ടിക്കൊടുക്കുക. 200 ഇടുകയാണെങ്കിൽ 200ൻ്റെ കോളംസ് വെട്ടിക്കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു മണി ബാങ്ക് അല്ലെങ്കിൽ പിഗ്ഗി മണി ബാങ്ക് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. വെറുതെ ക്യാഷ് മുടക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഇൻസ്റ്റയിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും മീഷോയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. നമുക്കിത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ആക്കുകയാണെങ്കിൽ വലിയ എമൗണ്ട് ആവുന്നേ ഇല്ല, 0 കോസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങളൊരു മണി സേവിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു സംഭവം നിങ്ങൾ ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങളെ മക്കൾക്ക്, കുഞ്ഞു മക്കൾക്ക് ഇതൊരു ഈ പിഗ്ഗി ബാങ്ക് വളരെ യൂസ്ഫുൾ ആകും. അവർക്ക് മണി സേവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കൈ കൊണ്ട് ഉണ്ടാക്കി നിങ്ങളെ മക്കൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ ഒരുപാട് യൂസ്ഫുള്ളായ വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട്. ഓക്കെ, സീ യു.